അള്ളാഹു രക്ഷപ്പെടും. നാമും മരിച്ചെങ്കിൽ ഞങ്ങളെ നിലപ്പാക്കട ഒരു ഭാഗത്ത് അള്ളാഹു ഉണ്ടാക്കി തരുമാറാണ്. സഹോദരന്മാരെ, ലൈലത്തുൽ ബറാഅത്ത് രാവ് വിശേഷമായി ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആൾമാരെല്ലാം സിയാറത്താക്കടെ, ഞങ്ങളുടെ നിലപ്പാക്കടെ നല്ലൊരു ജാവാണ്. പണ്ട് മുതലേ ഈ നല്ലൊരു ചറിയാം ബറാഅത്ത് ജാവും ചെന്നത് അതിലാർക്കും തർക്കമില്ലാത്ത എനിക്കെത്ത നല്ല ബർക്കത്തുള്ളൊരു ജാവാണ് ലൈലത്തുൽ ബറാഅത്ത് ജാവുൽ പവർ ഉണ്ടായില്ലേ, മഹത്വം ഉണ്ടായില്ലേ, അതിലാർക്കും തർക്കമില്ല ലോകത്ത്. അഥവാ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാന്റെ പോണിഞ്ചിലെ ജാവുൽ മഹത്വം ഉണ്ടായില്ലേ, മുസ്ലിം ലോകത്ത് ഇത്തിഫാഖാണ് ആ ജാവ് വലിയ പവറുണ്ട്, മഹത്വമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ ശഅബാൻ പോണിഞ്ചിലെ ജാവ് അള്ളാഹു സ്പെഷ്യലായ റഹ്മത്ത് കൊണ്ട് വെളിവാവുക, കൽബ് ഗോത്രത്തെ ആടറെ റോമത്തെ കതിറിൽ ആൾമാർക്ക് പുറത്തു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഹദീസും. ഈ ഹദീസ് പല ഹദീസുകൾ ദഈഫാക്കടക്കെത്ത ആൾമാർ, പല ക്വസ്റ്റനാക്കടക്കെത്ത ആൾമാർ, നേതാക്കന്മാർ വരെ ശഅബാന്റെ ജാവുടെ ഭംഗി വന്നിട്ട് ഹദീസ് സ്വഹീഹാണ് ചന്ദ്ര. അതുപോലെ ശഅബാന്റെ ജാവുൽ ധാരാളം മഹത്വങ്ങൾ വന്നത് അതൊന്നും വിശദീകരിക്കുന്ന നേരമല്ല ഇത് ഞാൻ ചൊന്നത്. ബറാഅത്ത് ജാവും ചൊന്നെങ്കിൽ പണ്ട് മുതലേ ഞങ്ങൾക്ക് ബുദ്ധി വന്നത് മുതൽ അതല്ല, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇങ്ങനെ അണ്ടത്തെ ജാവും പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടും ഔത്തുലും യാസീൻ ഓതിക്കൊണ്ടിരുന്നാണ്. കുറേ ടൈം പോകുന്നുള്ള അസറുകൾ ഓതിക്കൊണ്ടിരുന്നാണ്. പക്ഷെ ഊതുറതു മഗ്‌രിബ് ഇശായുടെ ഇടക്കിട്ടാണ് കിതാബുകളുള്ളത്. അസർ പോത് യാസീൻ എപ്പോൾ പിന്നെ പോത്. ബറാഅത്ത് ജാവും ചൊന്നെങ്കിൽ വലിയ പവറുള്ളതാണ്, മഹത്വമുള്ളത്. അണ്ട് സൗഭാഗ്യമുള്ള ആൾമാർ എന്താക്കിടാറുണ്ട് ചൊന്നെങ്കിൽ ആ ജാവുടെ യൂസ് ആക്കിടാറ്, യാസീൻ ഓതുറാറ്, ദ്വാരക്കട എന്തിനു വേണ്ടി നീക്കാക്കാം. കാരണം കൂടെ സുലഭം യാസീൻ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് 3 യാസീൻ ഓതിയ വന്നാൽ അത് ഞങ്ങൾ ഇപ്പോൾ ഓതിയാണ്. ഇനി ഒരു 25 യാസീൻ ഓതുറാറിനെ വളരെ നല്ല വിഷയം. ഏതായാലും ഇന്നത്തെ ജാവ് പവറുണ്ടോ എന്ന് ചൊല്ലതിൽ ആർക്കും സംശയമില്ല. പവറുള്ളത്തെ ജാവുടെ യൂസ് ആക്കണ വേണ്ടേ, അതിലാണ് തർക്കം. ഞങ്ങളുടെ ചൊല്ലിന്റെ യൂസ് ആക്കണമുണ്ടാണ്. ചിലന്മാർ ചൊല്ല എന്തെന്തോ ആക്കോ തീരാൻ അത് ഹതവാക്യറുണ്ടാണ് ഞങ്ങളെ പറ്റി ചൊല്ല. അള്ളാഹു അങ്ങനത്തെ ശർറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും ഈ നാടിനെയും രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. നല്ല നല്ല ജാവ് വരുമ്പോൾ മോമിനിയങ്ങൾ അത് കടുപ്പിക്കണോണ്ടാണ്. എന്തെങ്കിലും ആക്കിയിട്ട് വെച്ചാവട്ടപ്പറ സൂറത്ത് യാസീൻ ലിമാ ഖുരിഅത്തുലഹു, യാസീൻ സൂറത്ത് എന്തി ഓതറാറ് അതുക്ക് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും. നിങ്ങൾ ഒരു ആവശ്യം വിചാരിച്ചിട്ട് യാസീൻ സൂറത്ത് ഓതറാറുണ്ടായെങ്കിൽ അതിൽ പ്രതിഫലം കിട്ടുക ആ ആവശ്യം വീട്ടിലുണ്ടാണ് ചൊന്നുകൊണ്ടുള്ളത്. ആ ജാവ് വലിയ മഹത്വമുണ്ട്. വദക്കിറുഹും ബിഅയ്യാമില്ല ഖുർആൻ ചൊല്ലു. നല്ല നല്ല നാൾ വരുമ്പോൾ മോമിനീങ്ങൾക്ക് നിങ്ങൾ നിനപ്പാക്കണോണ്ടാണ് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ ലൈലത്തുൽ ബറാവർമ്മ ഒന്നലേ നിനപ്പാക്കല് ആദ്യമാർ ഉറപ്പിക്കിടാറ് അന്യ വാട്സാപ്പിൽ അതിൽ ഇതിലെല്ലാം വന്നോണ്ടിരിക്കല് പൊനഞ്ചിര ജാവുണ്ടു ഹയാത്താക്കുറു തീരെ എത്ര സൽക്കർമ്മങ്ങളാക്കുറു. ഞങ്ങളിലിപ്പത്തെ എല്ലാം തന്നെ ചെന്നിട്ട് നിപ്പാട്ടല്ലേ, ഞങ്ങൾക്ക് അർജന്റിക്കല് പുസ്തകത്തില്ല. എന്നാലും ഞാൻ നിറപ്പാക്കിക്കൊണ്ടുള്ളൂ. അൽഹംദുലില്ലാഹ് ഇത്തരം ഞങ്ങൾ ചെന്നാലേ ഞങ്ങളൊരു സമാധാനമാണ്. ഇനി പോയാൽ പിന്നെ ദിക്റുകൾ ധാരാളം ചെല്ല. ഇപ്പൊ ഞങ്ങൾ ചൊന്ന യാ ലത്തീഫ് ചൊല്ല ദിക്ർ അത് വലിയ മഹത്വമുള്ളതാണ്. അള്ളാഹുടെ പേരാണ് അസ്മാഉൽ ഹുസ്ന. കാരുണ്യമാക്കണമെങ്കിൽ എത്ര റബ്ബേ അള്ളാഹുടെ ഇങ്ങനെ വിളിക്കുക. അത് എത്ര ചൊന്നിട്ട് ഞങ്ങൾ ദിക്റാക്കിയാണ്ട് ചൊന്നാണ്ടായെങ്കിൽ അള്ളാഹു ഞങ്ങൾ ആവശ്യങ്ങൾ വീട്ടിൽ തണ്ട. ഇനി എന്തും അറിയില്ലാണ്ടായെങ്കിൽ ഞാനിവിടെ ബന്ധങ്ങളൊട്ടി ഓർമ്മപ്പെടുത്തുക. ഞങ്ങൾ സാമൂഹിക ദുആ നിങ്ങൾ നടത്തണം. നിങ്ങൾ പോയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും പഠിച്ചോണ്ടൊട്ടി ദ്വാരക്കൾ ആൾമാരാണ്. എന്നാലും മിസ്സായി പോണ കുത്തി റാണിങ്ങളൊട്ടിയ പെണ്ണിങ്ങളൊട്ടിയെ നിലപ്പാക്കണോ. റബ്ബിലൊട്ടിക്ക് ദ്വാരക്കോ പറ്റിയ നല്ല ജാവാണ്. ഇന്നത്തെ ജാവുടെ ദ്വാരത്ത് ഉത്തരവുകൊണ്ടുകൊണ്ട് ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നക്ക് വിവരം കിട്ടിയത് ഹദീസിൽ നിന്നുണ്ട്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, വലിയ പെരുന്നാളിന്റെ ജാവും ദ്വാരത്ത് ഉത്തരവുണ്ട്, ചെറിയ പെരുന്നാളിന്റെ ജാവ് ദ്വാരത്ത് ഉത്തരവുണ്ട്, റജബ് 1 ജാവ് ദ്വാരത്ത് ഉത്തരവുണ്ട്, അതുപോലെ ബെന്യാസ ജാവ് ദ്വാരത്ത് ഉത്തരവുണ്ട്, ശഅബാൻ 15 ജാവ് ദ്വാരത്ത് ഉത്തരവുണ്ട് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്. സിയാറത്താക്കണോ, സാലിഹീങ്ങളെ സിയാറത്താക്കുക, ഞങ്ങളുടെ കുടുംബക്കാരെ സിയാറത്താക്കുക. അതുപോലെ അള്ളാഹുടൊട്ടിയ നല്ല ദുആ നടത്താം. ബറാഅത്ത് ജാവ് ഇങ്ങനെ കുറേ ആൾമാർ എല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുക. അതെല്ലാം അങ്ങനെ യന്ത്രമോ ഒരു ടൈപ്പ് ആഘോഷമാണ്. അങ്ങനെ എന്തും ഇല്ല, ഇതുപോലെ ചുറ്റിക്കൊണ്ടിരിക്കുക. അതല്ല ബറാഅത്ത് ജാവും ചൊന്നെങ്കിൽ മുതലെടുക്കുള്ളതാണ്. എന്തും ഇല്ലാണ്ടായി ഒരു 10-15 മിനിറ്റ് അള്ളാഹുടൊട്ടിയ ദ്വാര റൊട്ടിക്ക് സമസ്യ ചൊല്ലണമെന്നില്ല. റബ്ബുൽ ആലമീനായ അള്ളാഹുടൊട്ടി എല്ലാ സമസ്യ ചൊല്ല, എല്ലാ ബേജാറ് ചൊല്ല നടത്തി തന്നെ അള്ളാഹു മാത്രമാണ്. ലോകത്ത് വേറെ ഒരാളും.
ನಾನು ಒಂದೊಲ ಅನುಭವ ಕೂಡ ಚೊಂದರೇನು ಗೊತ್ತಿಲ್ಲ. ಎಡತ್ತು ಎರಡು ಪಕ್ಕ ನಾನು ಚೊಂದೆ ಎಂದ್ರೇನು ಚೊಂದೆಂದು സമസ്യകളില്ലാത്ത ആൾമാർ ആരും ഇല്ല. കൂടെ ഇപ്പൊ ഇത്ര തെച്ചിരാറ് ഓരോരുത്തരോടും കേട്ടു നോക്കണം. റാഹത്ത് എല്ലാ റാഹത്ത് അവർക്ക് ചെല്ലുവാർ റാഹത്ത്. പക്ഷെ ഉൾക്കൊള്ളുക എന്തെങ്കിലും ഒരു സമസ്യക്ക് ദുനിയാവ് ചൊന്നെങ്കിൽ അങ്ങനെ സമസ്യ ഏറിലിത്തായി എത്ര തക്കു ഇന്നോട്ടേക്ക് ഒരു നാൾ കൊസിയായ ഒരു നാൾ ബേജാറ് ഇങ്ങനെ ദുനിയാവിതാണ്. പക്ഷെ ഈ സമസ്യകൾ ഈ ബേജാറുകൾ ആരൊട്ടിയാണ് ചൊല്ലണേ? ചൊല്ലുന്നത് അള്ളാഹുടൊട്ടിയമേ ചൊല്ലണം. ഞങ്ങൾ മനുഷ്യന്മാർ ആരൊട്ടി ചൊന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ചെല്ലുമ്പോൾ എന്താ ഉള്ളും ചെന്നെങ്കിൽ നണ്ടൊട്ടിയെ കുറെ ആൾമാർ ചെന്നതാണ്. അതിനെന്താ ഭാവം എപ്പോൾ നോക്കിയാൽ മെസ്സേജ് ആക്കിക്കൊണ്ടിരിക്കുന്നത്, പൈസ കിട്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ ചൊന്നു. രണ്ടു വട്ടം നിങ്ങൾക്ക് കൊസിയാവും, നിങ്ങളതെല്ലാം കൈത്തട്ടുവാ. പിന്നെ അവൻ നിങ്ങളൊട്ടിയ ചെല്ലാല പിന്നൊരു തരട്ടിയ വയസ്സ് കൂടുക, അല്ലെ പിന്നൊരു തരട്ടിയ ചെല്ലും. അവൻ സമയം ഞാൻ ചൊന്നു നക്ക് എത്ര അനുഭവം. അതുകൊണ്ട് ഞാൻ ആരൊട്ടിയൊക്കെ പോകുന്നില്ല. ഞാൻ ചൊല്ലുന്ന എൻ്റെ റബ്ബുടട്ടിയ മാത്രമാണ്. ആപ്ത ആൾമാർ വരെ രണ്ടു വട്ടം കേട്ടിട്ട് നിങ്ങൾ മൂന്നാമത്തെ വട്ടം കേട്ടാറാം. അവൻ നിങ്ങളൊട്ടി എന്നും ചെല്ലാല പിന്നൊരു തരട്ടിയ പോയി ചെല്ല. അതിൽ എന്താ ഭാവം? റമദാനാകുമ്പോൾ കുറെ ആൾമാർ ചൊല്ലേണ്ടതുണ്ട്. അയാൾ മെസ്സേജ് വിട്ടു, ഇയാൾ മെസ്സേജ് വിട്ടു. അതിന് ഈ മനുഷ്യന്മാർക്ക് മെസ്സേജ് കൂടെ പോകണം. അള്ളാഹു മെസ്സേജ് വിടല്ല ഡയറക്റ്റ്. അപ്പൊ അള്ളാഹു താല സമസ്യ പരിഹാരാക്കണവനാണ്. നല്ലൊട്ടി ഒരാളൊരു അനുഭവം ചേർത്ത് നല്ല എൻ്റെ മനസ്സിൽ തെറച്ചെടുത്തൊരു അനുഭവം. ഒരാളെ മോളുടെ മങ്ങിലാണ് നാളെ എന്ത് ചാവ് വന്നിരുന്ന് കണ്ടതുപോലെ എന്തും ആയിട്ടില്ല, 5 പൈസയില്ല. അയാൾ ടെൻഷൻ ആയിട്ട് ഇനി പിരാന്താവുക ബാക്കിയാണ് അല്ലേ. സ്വന്തം മോളിലെ മങ്ങില ബംഗാരം എടുക്കുകയില്ല, പൈസയില്ല, സീറോ ഉൾപ്പെട്ടു ബേജാറായിട്ട് ലാസ്റ്റ് ഭയങ്കര ബേജാറാണ്. എന്നാൽ എത്രമോ പാവപ്പെട്ട ആൾമാരെല്ലാം ഉള്ള. ഞാൻ ഈ അടുത്തൂടെ മാതരി മധുവൻ ചൊല്ലിട്ട് ഒരു പ്രോഗ്രാം ആക്കിയിട്ട് നല്ല ഒരു ക്ലാസ് എല്ലാം എടുത്തിട്ട് കുറെ ആളുകൾ വന്നിട്ടില്ല. അതായത് അനാവശ്യങ്ങൾ എന്ന് പറഞ്ഞ മഞ്ഞത്തുകളിലെ പോകത്തീറ ഇത്രമോ കഷ്ടപ്പെടുന്നെങ്കിൽ താഴ്മാറുള്ളാറ്, ബേജാറവിടെങ്കിൽ താഴ്മാറുള്ളാറ്, സ്വന്തം മോളെ മങ്ങിലാക്കി കൊടുക്കുക പ്രയാസപ്പെടുന്നെങ്കിൽ താഴ്മാറുള്ള. അതിനിടക്ക് ഓരോരുത്തങ്ങനെ ലിസ്റ്റ് എടുത്തവൻ്റെ അനാചാരങ്ങൾ മഞ്ഞത്ത് 3 10 15 ഒരു സുന്നത്തായ വാജിബായ കർമ്മങ്ങളെ പോലെ ആക്കടെ. അങ്ങനത്തെ മഞ്ഞത്ത് 6 പോകത്തീറ. ഞാൻ ചൊന്നിട്ടുള്ള 2-6 പിടിക്കോത്തീറ അങ്ങനത്തെ മങ്ങില ഉണ്ടുണ്ടായി. അതായത് അനാചാരങ്ങൾ നിറങ്ങിക്കത്തെ മങ്ങില കൊണ്ടുണ്ടായി 2-6 പിടിക്കാണ്ടാണ്ട് ഞാൻ വളരെ വിനയാൻവിതനായിട്ട് ചൊന്നുകൊണ്ടുള്ളൂ. എന്ത് അങ്ങനെ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇഷ്ടമില്ലാത്ത പണി ഏറ്റവും നല്ല കർമ്മത്തിൽ ഞങ്ങൾ ആക്കോത്തീറ. അപ്പൊ ചില പൈസയിൽ നിങ്ങൾക്ക് തള്ളുമാർ എന്തെല്ലാം അനാചാരങ്ങളാക്കിടാറ്. അവിടെ എല്ലാ ബാൻഡും കൊട്ടും എല്ലാം ആലാക്കൊയ്ക്കരുത്. അവിടെ ഞങ്ങൾ പോണ്ട, പോയിട്ട് സമാധി ഇട്ടിട്ട് വേണ്ട. എന്നിട്ട് വന്നിട്ടുള്ള വല്ലാത്ത മങ്ങില പോവാൻ ഞങ്ങൾ എന്തിക്ക് പോണവിടെ, ഞങ്ങൾ എന്തിക്ക് പോണോ അങ്ങനത്തെ അലാക്ക് പിടിച്ച മങ്ങിയത്ത് പോണോ തീറ. അപ്പൊ ഞാൻ നെനപ്പാക്കിക്കൊണ്ടുള്ള ഇങ്ങനെ പാവപ്പെട്ട എത്ര ആൾമാരുള്ള പ്രയാസപ്പെടുന്ന ആൾമാർ അതിക്കട്ടത് വേറെ സബ്ജക്റ്റാണ്. രാത്രി സമയത്ത് അയാൾ ഇങ്ങനെ ഉൾപ്പെടുക. നാളെ മോളെ മങ്ങിൽ എന്ത് ചെയ്യും? ഇയാൾ 12 ജാവാകുമ്പോൾ ഇയാൾ പിറാന്തായി തൗത്ര പറത്തിരിഞ്ഞിട്ടിയ റോഡിൽ ഇങ്ങനെ ഉദ്ദ നടക്കുക. പിന്നെ ചെല്ലണ്ട റോഡിൽ ഇങ്ങനെ ആ ജാവ് നടക്കണ എന്തൊരാക്കട ഒരു പിടുത്തയില്ല. ആ സമയത്ത് എതിരിൽ ഒരാൾ ബൈക്കിൽ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പരിചയമുള്ള ആൾമാർ അയാൾക്ക് എടുത്തിയാലോട്ട് ഈ ജാവുക എന്താ നിങ്ങൾ റോഡിൽ ഇങ്ങനെ നടക്കണോ? അപ്പൊ ഇയാൾ അപ്പുറം എടുത്ത് നീ എൻ്റെ ഈ ജാവ് വന്നെ, ഈ ജാവ് നീ എൻ്റെ ബൈക്ക് വിട്ടുകൊണ്ട് ഈ ജാവ് വന്നെ. ഞാൻ എനിക്ക് വാഗ്വാദം ഇത് പരസ്പരം ഞാൻ വന്നെ നിൽക്കെന്തേ നീ വന്ന് നക്കെന്തേ ഇങ്ങനത്തെ വിഷയമാണ്. ലാസ്റ്റ് ഇയാൾ ചൊന്തു എൻ്റെ മോളെ മങ്ങിയില്ല നാളെ 12 ജാവത്തോളം ഔത്തുൽ തെറ്റ ടെൻഷൻ വേജാറ് പൈസ ആയിട്ടില്ല. ഞാൻ എന്തിനാക്കണേ നക്ക് വിരാതാവുന്ന വാക്യം. അതുകൊണ്ട് ഞാൻ ഇരിഞ്ഞ ഒട്രാശി എത്ര ബന്ധേ. അപ്പൊ അയാൾ ചൊന്നവർ നീ എന്താ വന്ന് അത് ഞാൻ വർമ്മ ഭർത്തായ 12 ജാവ് വർമ്മ ഭർത്താവ് നക്ക് വർക്ക് ചെയ്യണ്ടില്ല. എത്ര ബെഡിൽ അപ്പറേപ്പർ തിരിഞ്ഞ് വർക്ക് വേണ്ടില്ല. അതുകൊണ്ട് ഞാൻ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇരിഞ്ഞ് നോക്കുമ്പോ ഈ ഇരിഞ്ഞാളൊട്ടി നല്ല പൈസ. അയാൾ ചൊന്തു നിങ്ങൾ ആ സമസ്യമാ എന്ത് ബേജാറാവണം. നാളെ നിങ്ങളെ മോളിലെ മങ്ങിലത്തെ വ്യവസ്ഥ അതെല്ലാം ഞാൻ ശരിപ്പെടുത്തി തന്നെ പിറ്റാൻ്റെ മങ്ങിലത്തെ വ്യവസ്ഥ ഇയാളാക്കി കൊടുത്തു. ഒരു 4-5 ഗಂಟೆയുടെ വിഷയമാണ്. പക്ഷെ അത് വല്ലാത്തൊരു പാടാണ്. ചിന്തിക്കിടാൽമാരെ മനസ്സിൽ തന്നുകൊണ്ടുള്ളേ. ആ 12 ജാവ് റോഡിലിട്ട് നീ പോണോന്ന് തോന്നിട്ട് ഇയാൾക്ക് മനസ്സ് കൊടുത്തവൻ ആരാണ്? അയാൾക്ക് വർക്ക് വരാത്ത പോലെ ആക്കിയവൻ ആരാണ്? അയാളെ ബൈക്ക് എടുത്തിട്ട് പോച്ചൊന്നവൻ ആരാണ്? ഒരു മനുഷ്യനുമല്ല. അവിടെയാണ് റബ്ബുൽ ആലമീനായ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വേണം. എൻ്റെ റബ്ബ് കൈ ഒരിക്കലും പുടുവില്ലായിട്ടുള്ള വിശ്വാസം. ഇങ്ങനത്തെ റബ്ബിനെ ഞാൻ മനസ്സിലാക്കിയാണ്ട് ആ റബ്ബുക്ക് ഞാൻ ഒരു തപ്പും ആക്കില്ല, ഒരിക്കലും ആക്കില്ല. മങ്ങിത്തെ പേരും ആക്കില്ല, അല്ലാത്ത പേരും ആക്കില്ല. കാരണം എൻ്റെ റബ്ബുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പണിയും ഞാൻ ആക്കണ്ടാന്ന് ചൊന്ന് ഞാൻ തീരുമാനാക്കണം. ആ റബ്ബ് കയ്യും കണക്കുമില്ലാത്ത നിയമത്തുകൾ ഓരോ സെക്കൻഡിലും എന്നൊക്കെ തന്നുകൊണ്ടുള്ള ഞാൻ ആച്ചാക്കില്ല മാത്രമാണ്. നിയമത്തുകളെ കൊണ്ട് എൻ്റെ റബ്ബ് എൻ്റെ നിറച്ചിലാണ്. അതാണ് ഞാൻ ചൊന്നത്. ആ അള്ളാഹുടെയാണ് പിരിസാക്കണേ, ഔണ്ടൊട്ടിയാണ് കേൾക്കണേ. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാം.
പ്രായത്തങ്ങളൊട്ടിಗೆ ചൊന്നെ ചങ്കി അവിടേക്ക് എത്ത വിഷയം അള്ളാഹുടൊട്ടിಗೆ ചൊല്ലാം അവർക്ക് ചങ്കി ആവില്ല അവളൊട്ടി എന്ത് വേണേ ചൊല്ലാം. കാരണം തന്റെ പടച്ചങ്കത്തെ റബ്ബാണ് നിങ്ങളെ നാം നോക്കൂടായിട്ട് അവൾ പണ്ടേ ഏറ്റെടുത്തത്. അതുകൊണ്ട് റബ്ബിലൊട്ടി എന്ത് മറന്നെങ്കിലും ദ്വാ മറക്കുക. ഒരു സത്യവിശ്വാസിയുടെ ആയുധമാണ് ദുആ കൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനിടക്ക് നാം നെനപ്പാക്കണം ഇപ്പോൾ യാസീൻ ഓതിയ സഹോദരന്മാരെ പരിശുദ്ധ ഖുർആൻ ചന്ത ഓതുക നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾ ഓതുമ്പോ നിങ്ങൾ സ്പീഡ് ഓതിയിട്ട് ശീലിച്ചില്ല. സ്പീഡ് ഓതിയിട്ട് കുറേ ആൾമാരുള്ള സ്പീഡ് ഓതിയിട്ടാണ് ഞങ്ങൾ ചെറുതിലേ ശീലിച്ചത്. ഇനി ഞങ്ങൾ പഠിച്ചാണ്ട് പേരിക്കാം, ഹിസ്ബ് പഠിച്ചാണ്ട് പേരിക്കാം. ആ പഠിച്ച ആൾമാരും ഒരു സദസ്സിൽ വെച്ചാറുണ്ടാകുന്ന യാസീൻ ഓതുകാവില്ലേ. ഞാൻ ഞങ്ങൾ ടീച്ചറിന്റെ 6 വന്നെങ്കിൽ യാസീൻ സദസ്സിൽ ഞങ്ങൾ എങ്ങനെ പഠിച്ച അങ്ങനെ ഓതാം. അതായത് ഖുർആൻ ഓതുമ്പോ സമദാനത്തിൽ ഓതുന്നതും മെല്ലെ സമദാനത്തിൽ ഓതും. രണ്ടാമത് മീഡിയം സൈസിൽ ഓതും. മൂന്നാമത് ഇപ്പൊ ഞങ്ങൾ ഓതിയല്ലേ അത് സ്പീഡ് ഓതും. പക്ഷെ ഈ 3 ടൈപ്പിൽ സ്പീഡാണ് ഞങ്ങൾ ഓതല്. ഓക്കെ, സ്പീഡ് ഓതുമ്പോഴും മഖ്റജ് തപ്പ ഓതിറ തജ്വീദ് അനുസരിക്കൽ നിർബന്ധം. വൽ അഖ്ദു ബിത്തജ്വീദ് ഹത്മുൻ ലാസിമുൻ മല്ലം യുജവ്വീദിൽ ഖുർആന ആദിമു. സ്പീഡ് ഓതിട്ട് മെല്ലെ ഓതിട്ട് മിഡിൽ സൈസ് ഓതിട്ട് എങ്ങനെ ഓതരെങ്കിലും തജ്വീദ് ഉണ്ടല്ലോ ഖുർആന്റെ നിയമങ്ങൾ പാലിക്കൽ കട്ടായം. അങ്ങനെ പാലിച്ചില്ലെങ്കിൽ അവൻ തെറ്റുകാരനാണ്, പാലിക്കാതിരിക്കൽ ഹറാമാണ്. ഇത്ര വലിയ ഡേഞ്ചർ വിഷയമാണ്. അപ്പൊ ഞാൻ ചൊന്നുകൊണ്ടുള്ള സൂറത്ത് യാസീൻ ഓതുമ്പോൾ 83 ആയത്തുണ്ട്. ഗംഭീരമായ അച്ഛനാക്കുന്ന വിഷയം 83 ആയത്തിൽ ഒറ്റയടിക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കാണ്ടായെങ്കിൽ ഓരോ ആയത്തിനും തപ്പ് കണ്ടിട്ടായെങ്കിൽ ശരാശരി 500-600 തപ്പ് യാസീൻ ഓതി തീരുമ്പോ ഞങ്ങൾ ആക്കടാ. ഇത്ര വലിയ വിഷയമാണ് അച്ഛനാക്കിയിട്ട് വന്നത്. 500-600 തപ്പ് അല്ല 500-600 ഹറാമ ഞങ്ങൾ ആക്കിയ ഇതിനടുത്ത യാസീനാർ ഓതണ്ടാട്ടല്ല പരിഹാരമുണ്ട്. ഞാൻ ചോദിച്ചു 500-600 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെയുള്ള തപ്പ് ഹറാമാക്കുക ലോകത്ത് ആർക്കെങ്കിലും സാധ്യം? ഒരു ഹറാമാക്കണ 10 മിനിറ്റ് 2 ഹറാമാക്കിയ 3 ഹറാമാക്കിയാണ് ഞങ്ങൾ ചെല്ലുമോ? ഇത് ഖുർആൻ എടുത്തിട്ട് ഓതുന്നത് ഞങ്ങൾ ഖുർആനാണ്. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് 600 ഹറാമ് ഞാൻ ആക്കിയാൻ ചോദിച്ചെങ്കിൽ എത്ര വലിയ മുസീബത്ത് റബ്ബേ, നഊദുബില്ല. അപ്പൊ ഞാൻ ചെന്ന് വന്നോണ്ടുള്ള ഖുർആൻ ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ അസ്തുദ അവിടെ നമ്മൾ ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തഖിൻ. എത്ര തപ്പ് വന്നുണ്ട്. അലൽ അറായിക ചൊല്ലുമ്പോൾ 7 ഹർക്കത്ര ഖദർ നാൻ നീട്ടണോ, 7 അക്ഷരത്തെ ഖദർ നാൻ അവിടെ നീട്ടണോ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ അല്ല ഇന്നുണ്ടാവുമ്പോ ഇദ്ഗാമുണ്ട്. പക്ഷെ ഇദ്ഗാം ബിഗുന്ന നാൻ ആക്കിയിട്ടില്ല, മടിച്ചിട്ടില്ല. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ അങ്ങനെ ചൊല്ലണം. ഹും വഅസ്വാജുഹും വട്ടിയാ പോയില്ല. ഹും ബേല വാവേ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തഖിഊൻ വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ വമാ കുന്നാ മുൻസിലിൻ. ഇങ്ങനെ ഓതിയില്ലെങ്കിൽ ആ ഒറ്റ ആയത്തിൽ 6 തപ്പ് വന്നു അഥവാ 6 ഹറാം വന്നു. യാസീൻ ഓതുമ്പോൾ എത്ര ഹറാം വന്നു, ഫാത്തിഹ ഓതുമ്പോൾ എത്ര ഹറാം വന്നു. സമാക്കും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് സമാക്കാത്തത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും യാസീൻ ഫാത്തിഹ ദൈനംദിന ഓതരക്കത്തെ സൂറത്തുങ്ങ സമാക്കണോ. വളരെ ഈസി പരിഹാരം ഇക്കാലത്ത് നമുക്കുണ്ട്. ഞങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്. ആറ് പഠിപ്പാട്ടെ എന്താക്കടെ ഓടെ കൊണ്ട് 6 തല വെച്ചാൽ വേണ്ട. ഞങ്ങളുടെ കയ്യിൽ മൊബൈലുണ്ട്. എത്രമോ ഗಂಟೆ ഞങ്ങൾ എന്തിಗೆಲ್ಲ യൂസ് ആക്കണം. ഒരു 1/4 ಗಂಟೆ അല്ലെങ്കിൽ അര ಗಂಟೆ നിർബന്ധമായിട്ടും ഞാൻ ചൊല്ലിട്ട് വയസ്സായ ബാലക്കാർ 6 ആവട്ടെ സമ ഓതുന്ന കൊന്തില്ല കൊന്തവിടെ എന്താ ചവിടെ ഞാൻ എന്താക്കാൻ ചോദിച്ചു. ഒരു 1/4 ಗಂಟೆ അല്ലെങ്കിൽ അര ಗಂಟೆ എങ്കിലും ഖുർആൻ മൊബൈലിൽ വെച്ചിട്ട് പഠിക്കാം. ഇത് സാധ്യമല്ലേ? സാധ്യമാണ് ഞങ്ങളെ കൊണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ആക്കില്ല മാത്രം. നിർബന്ധമായിട്ടും പഠിച്ചേ തീരൂ. ഇനി ഏത് ഉസ്താദ് പോകണ്ടേ, ആരട്ടെ പോകണ്ടേ, ചിലപ്പോൾ നമുക്ക് ചങ്കിയാവും. ഇനി പോകും പുരുഷത്തില്ല, ഇനി ആ ഉസ്താദും പുരുഷത്തില്ല. ഇങ്ങനെ എല്ലാ സമസ്യ കുറയിക്കും. അതിക്ക് നല്ല പരിഹാരമാണ്. ഞങ്ങൾ ഒട്ടികമേ മൊബൈലുണ്ട്, എന്തെല്ലാം ഒത്തുണ്ട്. മുഞ്ഞാണ്ടൂടെ ഉസ്താദ് വന്ന് അയാൾ യൂസുഫ് ലത്തീഫ് വാണിയമ്പലം നല്ല ഖുർആൻ പരിപാടിൻ്റെ ഉസ്താദാണ്. അയാൾ ബൈത്ത് പാടിയിട്ടാണ് പരിപാടി. ഏതൊരുത്തർക്കും തലക്ക് പോകും. അങ്ങനത്തെ കുറെ കാര്യങ്ങളുള്ള അങ്ങനെ ഫാത്തിഹ ഉണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ് ഉണ്ട്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഇങ്ങനത്തെ കുറെ സൂറത്ത് ഞങ്ങൾ എപ്പോഴും ഓതുന്ന സൂറത്തിന് ഒരു നിരന്തരമായിട്ട് ഒരു 1/4 ಗಂಟೆ അര ಗಂಟೆ നിർബന്ധമായിട്ടും ഞങ്ങൾ എല്ലാവരും കേൾക്കണം. അൽഹംദുലില്ലാ. അങ്ങനെ കേട്ടിട്ട് ഖുർആൻ സമ ആവുമ്പോഴേക്കൊക്കെ ഒരു ടേസ്റ്റ് നോക്കണം. ശരിയാക്കിയിട്ടാണ് ഓതണേ. തജ്വീദ് തപ്പിട്ട് ഖുർആൻ ഓതിയിട്ടേ കാര്യമില്ല. തജ്വീദ് തപ്പിട്ട് ഞാൻ ഒരു 100 യാസീൻ ഓതിയെ തജ്വീദ് സമയത്ത് ഒരു യാസീൻ ഓതിയപ്പോൾ എവിടെ
റമദാനിൽ ഞാൻ ഇത്ര ഖത്ം ഓതിന്റെ പേര് ചൊന്നിട്ട് കാര്യമില്ല. ആ ഓതെടുത്തു തജ്വീദ് അനുസരിച്ചിട്ടുള്ള ആവണോ. ഞാൻ അയാളെ ചൊന്നു ചിലപ്പോ ക്വസ്റ്റ്യൻ കേൾക്കണതാ ഒരക്ഷരത്തിന് 10 പ്രതിഫലമില്ലേ. റമദാനല്ലേ, അപ്പൊ ഞാൻ 10 ഖത്ം ഓതരം ഫാസ്റ്റ്, അത്രയും ഫാസ്റ്റ് ഓതരം. അങ്ങനെ ഓതിട്ട് ഞാൻ 10 ഖത്മാക്കുമ്പോ എത്ര അക്ഷരഭക്തി, എത്ര കൂലി കിട്ടിയിട്ട്. ഇപ്പുറത്ത് സമാ ഓതിയോണ്ട് 1 ഖത്മേ ഓതിരെ എങ്കിൽ ഓണ് കൂലി കൊറടിയായിട്ടാ ഞാൻ പേരിക്കണേ. നന്റെ 10 ഖത്ം കൂലി ആറായിട്ട് ആറാവില്ല. അയാൾ ചൊന്ന മറുപടി അയാള് 1 കിട്ടല്ലേ, ആ 10 ഏതും ചൊന്നെങ്കിൽ ഞങ്ങളെ ഇന്ത്യത്തെ പൈസ ഉണ്ടല്ലോ റുപ്പീസ് 10 അത് കിട്ടും. അതേ സമയത്ത് ഇപ്പുറത്ത് 1 ഖത്ം ഓതിയല്ലേ സമത്തിൽ ഓതിയ അവനും 10 കിട്ടേ. പക്ഷെ ആ 10 ഇന്ത്യത്തെ പൈസ അല്ലാതെ അമേരിക്കത്തെ ഡോളർ കിട്ടോ, കോയിത്ര ദീനാർ കിട്ടേ. എങ്കിൽ സാമാന്യ വിഷയത്തിൽ ഞങ്ങൾ ആച്ചരാക്കണെങ്കിൽ ഇന്ത്യത്തെ പൈസ ഞാൻ സൈഡ് വൈലപ്പോ ഞങ്ങൾക്ക് അത് താഴ്ചയുള്ളതാ. ഡോളർ എടുത്തോണ്ട ഈ ദീനാറിൽ ഞാൻ എടുത്തോണ്ടേ. ഇതേപോലെ ആച്ചരാക്കി പോയി സമത്തിൽ ഞാൻ ഓതുമ്പോ ഒരു കുൽഹുവല്ലാഹുണ്ടായി നക്ക് കിട്ടുകൊണ്ടത് അമേരിക്കത്തെ ഡോളറിന്റെ പേരിച്ചും കഴിച്ച് ഇവർ 25 കുൽഹുവല്ലാഹു ഒട്രാസി അങ്ങ് ഓടി തീർക്കുമ്പോ നമുക്ക് കിട്ടുക പോണ്ടില്ല, ഡാമേജ് ആയതാണ് കിട്ടേ. അതുകൊണ്ട് എന്തായെങ്കിലും ഇത് പ്രതിജ്ഞ എടുത്തിട്ടേ പോകണം. ഖുർആൻ ഇൻഷാ അല്ലാഹ് നക്ക് നന്റെ ഒട്ടിക്ക് സൗകര്യം ഉണ്ട്. സൗകര്യം ഇന്നിട്ട് യൂസ് ആക്കില്ല പഠിച്ചോണ്ടിയൊക്കെ ഗ്യാരണ്ടി സൗകര്യം ഉണ്ട്. ഏത് ആൾമാരൊട്ടിയ മൊബൈലുണ്ട്, പൊട്ടു മൊബൈൽ ആറൊട്ടി ഇല്ല. ഇപ്പൊ നല്ല മൊബൈൽ ഞങ്ങളൊട്ടിക്ക് പൊട്ടായിട്ടേക്കും, പക്ഷെ നല്ല ഐഫോൺ എല്ലാ ഫോൺ നല്ല നല്ല മൊബൈലുണ്ട്. കൂടെ വെച്ച ആൾമാരെ മൊബൈലിലെ വെച്ചു പൈസ തന്നെ ഇട്ടെങ്കിൽ എത്ര ലാക്ക് പൈസ ആവും. ഇപ്പൊ കണക്കിക്കോ കാലി ഒരു മൊബൈൽ ഒരു പിരിവ് കേൾക്കണേ പേരിക്കോ കൂടെ ഇന്ന ആൾമാരെ മൊബൈൽ തരും അതിൽ വിൽക്ക പൈസ എത്ര ലാക്ക് പൈസ ആവും. ഓരോരുത്തരൊട്ടി ഏറ്റവും നല്ല മൊബൈലാണുള്ളത്. ആറൊട്ടിക്ക് ഇങ്ങനത്തെ എന്തും ആവാത്ത മൊബൈലില്ല, നല്ല മൊബൈലുണ്ട്. വയസ്സര ആൾമാർക്ക് ഗൾഫിലെ മക്കളെല്ലാം ചെല്ലാറ് എൻ്റെ അപ്പ ഹൗത്തിൽ ഫ്രീ വെച്ചോണ്ടിരിക്കണ മൊബൈൽ കൊടുക്ക ന്യൂസ് കേട്ടോണ്ടിരിക്കട്ടെ. ന്യൂസ് കേൾക്കണ്ട, ഇത് കേൾക്കോ ഖുർആൻ കേൾക്ക, ഖുർആൻ പഠിക്ക, നല്ല വിഷയമല്ലേ. ഈ അമേരിക്കത്തെ അവന്റെ ബസ് ಬಗ್ಗೆ പഠിച്ചിന്നൊക്കെ എന്തേ ഇല്ല. നന്നൊട്ടി അമേരിക്കത്തെ അവന്റെ ಬಗ್ಗೆ കേട്ടെന്നൊന്നുണ്ട്. ട്രംപ് ഇന്ത്യ എന്തൊരു ചോന്നാണ് സുബേഷ് വീട്ടിനൊക്കെ ഒന്നോ ഞങ്ങൾ ഇന്ത്യത്തെ PM എന്തൊരു ചോന്നാണ് ചൊല്ലാണ്ട് ഇക്കട ദുനിയാവിങ്ങനെ പോയിട്ട് പഠിക്കണ്ടല്ല ഞാൻ ചൊല്ലേ. പക്ഷെ ഏറ്റവും മുഹിമായ വിഷയം വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കുമോ. അതുകൊണ്ട് ഒരാളും അത് ആറാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ ശരിയാണ് വലിയ നാടക്കം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഖുർആൻ നമുക്ക് സമാബോധമാവും. ഇല്ലെങ്കിൽ തെറ്റുകൊണ്ട് യാസീൻ പൂർത്തി ഓടുമ്പോ 500 600 തപ്പ് ഹറാമ് കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത്. അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് സമബോധ അള്ളാഹു ഞങ്ങളെ സ്വീകരിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കട്ടെ. സഹോദരന്മാരെ വേറൊരു കാര്യം ഞാൻ ചോദിച്ചത് ബറാഅത്ത് ജാവ് കുറേ വിശേഷമുള്ളതുകൊണ്ട് ഏതും ചൊല്ലില്ല. ഇപ്പൊ തന്നെ പാടുന്നത് ബറാഅത്ത് ജാവ് കണ്ട് എല്ലാവർക്കും പുറത്തു കൊടുക്കുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മുഞ്ഞാണ്ട് ജുമാഅത്താണ് ഞാൻ ചോദിച്ചത് 2 ആൾമാർക്ക് പുറത്തു കൊടുക്കില്ലേ. ഒന്ന് ബഹുദൈവ വിശ്വാസിയാണ്, പിന്നൊന്ന് ഹൃദയ സമയമില്ലാത്ത എനിക്കെത്ത ആൾ, കൽബ് സമയമില്ലാത്ത എനിക്കെത്ത ആൾ. അഥവാ എന്തോ കൽബ് സമയമില്ലാത്ത നഞ്ചി പകയാണ് അങ്ങനെ പറയല്ലേ. ഇങ്ങനത്തെതെല്ലാം നാ കൽബിൽ വെച്ചെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എച്ചരിക്കുന്നുണ്ടോ. നീ എന്തിനാക്കണ്ട വ്യക്തി അധ്വാനിക്കരുത്, നീ ഫസ്റ്റ് ഇതിനെ സമാക്കണ്ട ചൊല്ലു. ഹദീത്ത് അത് സ്വഹീഹായ ഹദീത്തുകൾ ചൊല്ലി അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കണം. ഓൺ എത്ര വലിയ കരുണ എത്ര റബ്ബാണ് നോക്കൂ. പക്ഷെ ബറാഅത്ത് ജാവ് തടഞ്ഞു വെച്ചുകൊണ്ടുള്ള 2 ആൾമാർക്ക് ഉണ്ടായെങ്കിൽ ഇത് എത്ര വലിയ ഡേഞ്ചർ കേസ്. ഒന്ന് മുശ്രിക്ക് അവന്റെ വിഷയം പോട്ടെ, ഞങ്ങൾ 6 മുശ്രിക്ക് അല്ലാന്ന് ചോദിക്കണം. പക്ഷെ 2ാമത്തെ സീക്ക് ചിലപ്പോൾ ഞങ്ങളൊട്ടി ഇക്കിട് പല ആൾമാരൊട്ടി അർശയിക്കും. ഞങ്ങൾ നിസ്കാരത്ത് വന്നിട്ട് ചിലപ്പോൾ അടിക്കട നിൽക്കുമ്പോൾ നല്ല ഇപ്പുറത്ത് ഓർത്ത് നിന്നിട്ടുള്ളൂ. അവണ്ടൊട്ടി ഭയങ്കര പകയതാണ്. സ്കാറ തീരോടത്തോളം ഞാൻ പിടിച്ചോണ്ട് എന്റെ മുട്ടമേ വന്ന് നിന്റല്ലേ തറാവി ഫുള്ള് നിസ്കരിച്ച വിത്ത് ഫോണൊന്നും നിസ്കരിക്കണേ. പക്ഷെ ഇപ്പുറത്തുള്ളതുകൊണ്ടൊട്ടി അവിടെ ഫോൺ ചൊല്ലുകയല്ല പറഞ്ഞില്ലാണ്ട് എന്റെ മനസ്സിലിങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ അച്ഛനാക്കിടെ നക്കിങ്ങനെ പണ്ടുണ്ടായെങ്കിൽ എൻ്റെ ഈ അല്ലാഹു അക്ബർ എത്ര അർത്ഥമുള്ളേ. വെറുതെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തറാവി 600 റക്അത്ത് നിസ്കരിച്ചില്ലേ, വിത്ർ എല്ലാം നിസ്കരിച്ചില്ലേ, ലൈലത്തുൽ ഖദ്ർ എല്ലാ ജാവു ഹയാത്താക്കില്ലേ. പക്ഷെ റൈറ്റ് സൈഡിലാ ലെഫ്റ്റ് സൈഡിലാ എവിടെ വേണമെങ്കിൽ ഒരാളുണ്ട്. അയാളൊട്ടി നമുക്ക് ഭയങ്കര തീരാത്ത പക. ഈ പക വെച്ചിട്ട് എന്തിനാവുകൊണ്ടോട്ടാണ് ഞാൻ കേൾക്കുന്നത്. നക്കൊരാളൊട്ടി പകയില്ല, നക്കൊരാളൊട്ടി അസ വന്ന് ദ്രോപതരാക്കിത്തേ. അങ്ങനെ അസ വന്നപ്പോ ഞാൻ വിചാരിച്ച അയാൾ എന്തെങ്കിലും ചെല്ലണമുണ്ട്. അടിക്കുകയല്ല, അടിക്കുക തീരാ എന്തെങ്കിലും ചെല്ലണം. എവിടെ വേണമെങ്കിൽ എവിടെ കേൾക്കണ്ട ഉപദ്രാക്കടെ വിത്തിനാക്കടെ എൻ്റെ ലൈക്കിടല്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്തു താണ്ടില്ലേ താണ്ട പോകണ്ടെങ്കിൽ എത്താൽമാരിക്കും അങ്ങനെ. അപ്പൊ സൈക്കിട്ട് എന്തെങ്കിലും ചെല്ലണം, എന്തെങ്കിലും വായിസ് കൂടണം. അപ്പുറം മനസ്സിൽ ആത്താവട്ടല്ലോ വായിസ് വിട്ടാണ്. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വന്നിട്ട് റമദാൻ ഖുർആൻ എടുത്ത് സത്യമാണ് പള്ളിയിൽ ഞാൻ ചോദിച്ചു. ഖുർആൻ എടുത്തിട്ട് ഒന്നാമത്തെ എൻ്റെ കണ്ണ് കണ്ട ആയത്ത് ചെയ്തുകൊണ്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
വലമൻ സബറ വഗഫറ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഞാൻ വോയിസ് കൂടെ വന്നേ. അപ്പോൾ ഖുർആന്റെ ആയത്ത് എന്തിരെ? ഖുർആൻ നല്ലൊട്ടിയ മുണ്ടിയോണ്ടുണ്ട്. വലമൻ സബറ ക്ഷമിക്കലെത്ത ആൾ, വഗഫറ പുറത്തു കൊടുക്കലെത്ത ആൾ, അയാൾ വലിയ സ്ഥാനമുണ്ട് ഖുർആൻ ചെന്നുണ്ട്. പക്ഷെ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ അതിനപ്പുറം ചൊല്ലു സുലഭന്തില്ലവോ, അത് ഭയങ്കര കഷ്ടമുള്ളേക്കെത്ത വിഷയ, ഭയങ്കര ടൈറ്റുള്ളേക്കെത്ത വിഷയ. നിങ്ങളുടെ ടീച്ചർ 10 അൽബക്കറ ഓതുറു ഞാൻ റെഡി. നക്ക് സമസ്യ തീരാത്ത സമസ്യ എല്ലാവരും പോയ അങ്ങനെ പോയിട്ട് അയാൾ ചൊല്ലിട്ട് നീ 25 അൽബക്കറ ഓതു റെഡി. ഞാൻ ഫോണാക്കില്ല മുത്താലിമിങ്ങളുള്ള അങ്ങനെയുള്ള ഉസ്താദ്മാരുള്ള അൽബക്കറ ഞാൻ വാക്കണേ നക്ക് ഓതുകായിട്ട് ഞാൻ നിങ്ങളുടെ ടീച്ചറിനെ ഞാൻ റെഡി ആക്കുള്ളൂ. കാരണം ഞാൻ ഇന്നാൾ മുട്ട പോയിട്ടാകുമ്പോൾ അയാൾ ചൊന്നറു അൽബക്കറ 35 ഓതുന്നുണ്ട്. എന്താക്കും സമസ്യ എന്തു തീരാത്ത ആളൊട്ടിയെ ഞാൻ ചൊന്ന മഗ്രിബ് ഇശാടെ 4 അൽബക്കറ ഓതണം. മഗ്രിബ് ഇശാടെ 4 അൽബക്കറ ഓതുന്ന വിഷയമാണ്. പിന്നെ അവൻ പറഞ്ഞതേ ഇല്ല, അവൻ സമസ്യമേ ഇല്ല. പിന്നെ ലാസ്റ്റ് വെറുതെ വിചാരിച്ചുള്ള സമസ്യ ഒരു 3 വട്ടം തലകുത്തായെങ്കിൽ നമ്മൾ ഞാൻ ചെന്നല്ലേ 3 വട്ടം തലകുത്തായെങ്കിൽ എത്രയോ ഉണ്ട് ചെയ്തു അങ്ങനെ വിചാരിച്ചു നട്ടം തീരുന്നു വെയിറ്റ് ആനന്ദില്ല. അവന്റെ മനസ്സിലാണുള്ള ഹിമ്മത്താണ് ഒരു മനുഷ്യൻ ഏറ്റവും പ്രധാനം. തവക്കൽതു അലല്ലാഹ് ചൊല്ലത് അത് റിക്ഷയിൽ എന്തോ മാത്രം ഉള്ളതല്ല, കാറിൽ എന്തോ ഉള്ളതല്ല. എന്റെ മനസ്സിലാണ് പറഞ്ഞത് എന്നാണ് നിന്റെ റബ്ബടെ നമ്മുടെ ഉണ്ടായത്. പിന്നെ ലോകത്തെ ആരവരത്തെ എന്തിനാണ് പൂജാക്കൾ പ്രിയപ്പെട്ട സഹോദരന്മാർ റബ്ബിലുള്ള വിശ്വാസം കുറടിയായി പോയിട്ട് അള്ളാഹു ഞങ്ങളെ കാക്കട്ട്. അപ്പൊ ഞാൻ ചൊന്നേ അങ്ങനെ പോയിട്ടാകുമ്പോ അയാൾ ചൊന്തു നീ ഒരു 1000 റക്കാത്ത് നിസ്കരിക്കുന്നു സമ ഒരു ഗ്യാരണ്ടി റെഡി 1000 റക്കാത്ത് നിസ്കരിക്കും. അപ്പൊ ഞാൻ കേൾക്കോ വേണമെങ്കിൽ ഞാൻ ഒത്തനെ നിസ്കരിക്കണം, എല്ലാ കുടുംബത്തിനുള്ള കൂട്ടി നിസ്കരിപ്പാട്ടാട്ട അങ്ങനെ നിസ്കരിക്കും ഞാൻ റെഡി ആക്കലേ. പക്ഷെ അയാളെത്തി അയാൾ ഇങ്ങനെ ചൊന്തും പേരിക്കാം നിക്കും നിന്റെ നിരക്കാരോട് അർസം ഉണ്ടല്ലേ നീ ഈ സെക്കൻഡിൽ പോയിട്ട് സമം നിന്റെ സമസ്യ എല്ലാ സമാവോട് ചൊന്നെ ബിൽക്കുള്ള അയാൾ അത് കൊപ്പാലെ എന്റെ സമസ്യ സമായിട്ടും സരി അതുകൊണ്ടോട്ട് ഇന്ന് ഞാൻ കൊണ്ടുവരില്ല ചൊല്ലമായിട്ട് അവളാൻ വിചാരിച്ചുണ്ടെങ്കിൽ ഇങ്ങനത്തെ മനസ്ഥിതി ഉള്ളെങ്കെറ്റാണ് 1000 വർഷമായി ആയുസ് കിട്ടി വിവാദത്തിൽ എന്ത് കാര്യമുണ്ടോ നക്ക് മനസ്സിലാവാത്ത. ഖുർആന്റെ ആയത്ത് നോക്കൂ ഭയങ്കര വിഷയ. ഒരാൾ നല്ല റാഹത്തിൽ ജയിക്കാൻ മരിക്കത്തോളം ആരോഗ്യവന്തനായിട്ട് ജയിക്കാണ്ടായെങ്കിൽ അൽബം ഫ്രീ ആക്കും. ഇങ്ങനത്തെ ആൾക്കേ മാപ്പുള്ളേ ഇത് നിങ്ങൾ ചെല്ലുവാറ് ഇതെത്തിക്കോ പെണ്ടത്തെ ചാവൾ ചെല്ലേ ഇണ്ടത്തെ ചാവൾ ചൊല്ലണത് ആക്കറു അതല്ലേ ചൊല്ലണേ. ആ ദിക്കർ ചൊല്ലൂ ഈ ദിക്കർ ചൊല്ലൂ സ്വർഗത്ത് പോണ്ടേ അങ്ങനെയല്ല ചൊല്ലണേ. അങ്ങനെ ഞാൻ എന്ത് ചൊല്ലില്ല ചൊന്നെങ്കിൽ നല്ലൊരു പാത്രം ഉണ്ടോയിരിക്കും. നല്ലൊരു പാത്രം കാണുമ്പോൾ അത് മിന്നിടും. നിങ്ങൾക്ക് പാൽ ഭീത്തി കൊണ്ടുള്ള പക്ഷേ ഞാൻ നോക്കിയില്ല ಅದಕ್ಕೆ നായ മൂത്ര ഭീത്തി ഒരു ഉദാഹരണം ചൊല്ലത് അല്ലെ ഒരു മൂത്രമുണ്ട് എന്തോ നജസായത് നിങ്ങൾ നോക്കിയാൽ ഞാൻ നോക്കില്ല. നീ വന്നിട്ട് പാലിങ്ങനെ ഭീത്തി കൊണ്ടുള്ള എങ്കിൽ ബുദ്ധിയുള്ളവന്ന് ഞാൻ ഒക്കൂ നിങ്ങൾ ഒക്കുണ്ടായെങ്കിൽ നിങ്ങൾ ടീച്ചറുണ്ടാറ് പാൽ ഭീത്തണ്ടവോ കാണുകയുള്ള ചന്ത ഉണ്ടു പാൽ നീ ഭീത്തിരുന്ന കാരണം അതിൽ നജസ് ഉണ്ടു. പാൽ ഭീത്തിരുന്നത് വ്യർത്ഥ സാഹസാണ് നീ ആക്കിയിരുന്ന. അതുപോലെ നന്റൊട്ടിയെ നീ ചൊല്ലുന്നു നീ ഇന്തെല്ലാം സൽക്കരമാക്കടെ വാത് ചൊല്ല അതാക്കടെ ഇതാക്കടെ എന്ത് നീ സമൂഹമില്ലേ നിന്റെ കൽപ്പ് സമൂഹമില്ല. ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ട് നീ ആക്കും. ഇത് ഏറ്റവും വലിയ ബുദ്ധിവന്തിക്കയാണ്. അല്ലാണ്ട് വെറുതെ കൊത്തിന്നിട്ട് നിങ്ങളുടെ ബീത്തോർ പാലത്തര എന്താണ് പ്രയോജനം? ലാസ്റ്റ് ഒക്കെ കൊത്താൻ കുടുങ്ങിയല്ലേ. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എച്ചരിക്കാൻ വറാഅത്ര ചാവുടണ്ട് എല്ലാവർക്കും വാത്സൽ മാഫാണ്. പക്ഷേ 2 വിഭാഗത്തിന് മാഫില്ലാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സയ്യിദുനാ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചൊല്ല ലോകത്തെ ഔലിയാക്കളുടെ ചക്രവർത്തി അയാളെ ശിഷ്യൻ രോഗം വന്നപ്പോൾ ഉസ്താദ് കാണുക പോയിട്ട് മരിക്കട രോഗമാണ്. ശിഷ്യനെ മുട്ട തെറ്റിട്ട് യാസീൻ സൂറത്ത് ഓതവ് തുടങ്ങിയിട്ട് ശിഷ്യ ചൊന്തു ഉസ്താദ് നന്റെ മുട്ട ഓതവ് തീറാ ഞാൻ അതിലില്ല ബേജാറായിട്ട്. ഇത്ര വലിയ ശിഷ്യൻ വലിയ ആളാണ്, വലിയ ആലിമാണ്. പക്ഷേ ഫുദൈൽ ഇബ്നു ഇയാദ് ചൊല്ല ഔലിയാക്കളെ ചക്രവർത്തി മുഹീദ്ദീൻ ശൈഖ് അതുപോലത്തെ സ്ഥാനത്തുള്ള ആളാണ് ഫുദൈൽ ഇബ്നു ഇയാദ്. അയാളെ ശിഷ്യൻ എത്ര വലിയ ആളായിട്ടേക്കു. പക്ഷെ അയാളുടെ മരണരോഗത്തിൽ യാസീൻ ഓതുമ്പോൾ അയാൾ ചൊല്ല നല്ലൊട്ടി ഓതണ്ട. സൈനുദ്ദീനുൽ മഖ്ദൂം അസ്സഗീർ റളിയല്ലാഹു അൻഹു കിതാബിൽ ചൊന്ന ഞാൻ നേരത്തെ പിടിപ്പാട്ടി നമുക്ക് മറന്നിട്ട് സംഭവം ഇർഷാദുൽ ഇബാദുൽ. എന്നിട്ട് അയാൾ എന്താക്കി തിന്നൊന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് മരിക്കലല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും അതും ചെല്ലണ്ട ഉസ്താദാണ് ബരീഉം മിൻഹാ ഞാൻ അതിന് പെയില്ല രാജിവെച്ചില്ലേ നഊദു ബില്ലാഹ് അല്ലാഹു കാക്കട്ടതോ. ഭയങ്കര ബേജാറായിട്ട് ഉസ്താദ് അയാൾ മരിച്ചിട്ട് ശിഷ്യൻ മരിച്ചിട്ട്. പിന്നെ ഇയാൾ ഔത്തു പോയിട്ട് 40 നാൾ അവ ബന്ധാക്കിയിട്ട് വായിൽ ബന്ധാക്കിയിട്ട് വിളിപ്പു എന്തേ നന്റെ ശിഷ്യന്മാരിൽ പ്രഗത്ഭനായ ഒരു ശിഷ്യൻ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെന്നിട്ട് മരിച്ചിട്ടല്ല റബ്ബേ എന്തൊരു വിഷയം ഹുസ്നുൽ ഖാത്തിമയില്ല മരിക്കുമ്പോൾ ഈമാൻ തപ്പിയിട്ട് വലിയ ആള് 40 നാൾ ബേജാറ് വിളിപ്പു. ലാസ്റ്റ് ഒരു നാൾ ഇയാളെ സ്വപ്നത്തിൽ കണ്ട് ശിഷ്യരെ നരകത്തിലാണ് വെച്ച പോയി കൊണ്ടുള്ളത്.
അപ്പൊ കേക്കിടിയാൾ ശിഷ്യൻ, നീ നിന്റെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആളല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ സംഭവിച്ചേ കേൾക്കുമ്പോ അയാൾ ചൊന്നത് മൂന്ന് കാര്യം കണ്ടതിൽ നിങ്ങൾക്ക് അത് വന്നില്ല, ശ്രദ്ധിച്ചില്ല നീ. ഒന്നെന്തിനും ചൊന്നെങ്കിൽ ബിൻ നമീമ, ഞാൻ എപ്പോ നോക്കിയ നിന്റെ സ്വരം നമീമത്ത് ചൊല്ലേ, അതും ഈ ചൊന്നതാണ് നമീമത്ത് ചൊല്ലേ എന്നെങ്കിൽ ദൂരെ സമയമില്ലാണ്ടിരിക്കുമ്പോഴാണ് നമീമത്ത് എന്ന് നിങ്ങളൊട്ടി ഒന്ന് ഞാൻ ചൊല്ലേ, നിങ്ങളെ ആളവിടെ നാണ്, എന്നിട്ട് നിങ്ങളെ വിസ എടുത്തോണ്ട് പോയിട്ട് അവിടെ ഞാൻ നോക്കും എല്ലാവരും ആളെന്നാണ്. എങ്ങനെയുണ്ട് ഞാൻ നോക്കുമ്പോ എല്ലാവരും ആള്, പക്ഷെ ഇത് മുസീബത്താവാം. ഒരു നാൾ അവൻ കുടുംബത്തിന് സംശയം കിട്ടിപ്പോയിട്ട് അവൻ പോണ്ട. എന്റെ ഒരു മനുഷ്യക്ക് എപ്പോഴും ഒരേ മുഖമാവും, രണ്ട് മുഖം ഇന്ന് അവൻ കുടുങ്ങിപ്പോണ്ടാണ്. അന്ത്യനാളിൽ ഏറ്റവും ശരീരം പിടിച്ച ആളാരെന്ന് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി രണ്ട് മുഖമുള്ള ആളുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങളെ മുട്ട വന്നിട്ട് ഞാൻ നിങ്ങളെ ആളായിട്ട് ചമഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരേ രഹസ്യം ഉണ്ടാകും. അത്തരം എല്ലായിടത്തും പോയിട്ട് അവനെ കുറിച്ച് നമീമത്ത് ചൊല്ല ചേളുടെ ബുദ്ധി ഈ സ്വറ ഞാൻ ആക്കിക്കൊണ്ടിരുന്ന ഉസ്താദ്, നാളെ വലിയ ആളും ചൊന്നിട്ട് കാര്യമില്ല, ഈ സ്വറ നക്കിത്ത് ഇത് സമയത്ത് എൻ്റെ ഒന്നത്. രണ്ടാമത്തത് അസൂയത്ത്, നിന്റെ ചങ്ങായിമാരോട്ടെ എന്നൊക്കെ അസൂയ. അങ്ങനെയൊക്കെ ഒട്ടിയെ പഠിച്ചുകൊണ്ടിരിക്കുക, ഓർത്തെല്ലാം ഉഷാറാവുമ്പോൾ എന്നൊക്കെ അസൂയ. അവൻ വലിയ പ്രാസംഗികനായ അല്ലെങ്കിൽ അവൻ വലിയ എത്തുകാരനായ എന്തുവെങ്കിലും അവൻ വലിയ കച്ചവടക്കാരനായ എപ്പം നക്ക് ഉൾക്കൊള്ളുക അസൂയ. അവൻ എങ്ങനെയെങ്കിലും താഴോണ്ട് എൻ്റെ മനസ്സ് ഈ സീക്ക് നക്കിത്ത് ജണ്ടി. മൂന്നാമത് നക്കൊരു രഹസ്യ രോഗയിത്ത് സുമറാവുള്ള ഒരു ഡോക്ടറിട്ട് പോയപ്പോൾ അയാൾ ചൊന്ത് വർഷത്തോർക്ക് നീ കള്ളു കുടിക്കണോ ചെന്ത. അങ്ങനെ രഹസ്യമായിട്ട് വർഷത്തോർക്ക് കള്ളു കുടിച്ചുകൊണ്ടിരുന്നേ നൗദുബില്ല. ഈ മൂന്ന് രോഗം നക്കിത്ത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ മരിക്കുമ്പോൾ നക്ക് ചൊല്ലുകയില്ല. ഇയാളെ വെക്കാൻ ഇങ്ങനെ നോക്കുള്ളൂ, ഇയാൾ എത്ര വലിയ ദർശനിക്കടാ, എത്ര വലിയ ആര്യമാണ്, എത്ര വലിയ പവറുള്ള എത്താളോ. പക്ഷെ എല്ലാത്തെയും അടിസ്ഥാനോടെ ഈ എന്ന സാധനം സമയമില്ലാത്തപ്പോ മനുഷ്യന്റെ ലോഡ് സൽക്കർമ്മങ്ങൾ നശിച്ചു പോയിട്ട് ഇപ്പം നമുക്ക് ചൊല്ലുക യൂസാണ് സുലഭം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ല ആൾമാർ കൂടിയ സദസ്സിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള സഹോദരന്മാരെ, ലൈലത്തുൽ ബറ ആവട്ടെ ഏത് ടൈം ആവട്ടെ ഞാൻ ഇങ്ങനെ സ്ട്രൈറ്റ് നടക്കാം. കാപ്പട്യം ചൊല്ലത് എൻ്റെ ജീവിതത്തിൽ ഇക്കൊകേ തീരാം. ഈ കാപ്പട്യം തുടങ്ങിയത് മദീനത്തെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടത്തെയാണ് തുടങ്ങി. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ചൊല്ലവൻ ഇന്ന് ഈ കണ്ടു സമയമില്ല. അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആളവിടെ എതിരിൽ മാത്രം ബാക്കിൽ കുത്തിറപോയിട്ട് അങ്ങനെ ഉഹദ് യുദ്ധം നടക്കണമെങ്കിൽ ടൈമിൽ 300 ആൾമാർ കൊണ്ടിട്ടിയുള്ള ഒന്നായിട്ടില്ല അത്രത്തോളം ഓണം ഉൾക്കൊള്ളുക ഇങ്ങനെ പിടിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ആക്കിയിട്ടും പിടിക്കണം. അങ്ങനെ ഉഹദ് യുദ്ധം നടക്കും പോയോണ്ടുണ്ട്. ഉഹദ് ഭൂമിക്ക് എത്തുമ്പോൾ തെല്ലുള്ളേ ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ആക്കിയ പണിയന്തരം വന്നുണ്ട്. സൈന്യത്തെ 300 ആൾമാരെ പിടിച്ചോണ്ട് റിട്ടേൺ നേരെ മദീനത്ത് പോയി. എത്ര വലിയ തപ്പാണോ ആക്കിയത്. സൈന്യത്തിന് എത്ര വലിയ ബേജാറ്, കാരണം ശത്രുക്കൾ എതിരിലേക്ക് ആളെ ആരെയും കൊസിയല്ലേ. പക്ഷെ കൂടെയുള്ള 300 ആൾമാരെ പിടിച്ചോണ്ട് പോകും. അവിടെയാണ് കപട വിശ്വാസം വെളിവെയ്ത്ത്. അവന്റെ പേരെടുത്ത് ഖുർആൻ ചൊന്നില്ല, ഹദീസ് ചൊന്നില്ല, പക്ഷെ ലക്ഷണങ്ങൾ ചൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇപ്പൊ ഞാൻ വിശദീകരിക്കില്ലേ, ഓൻ മുനാഫിക്കാണ്, കപട വിശ്വാസിയാണ്. ഓനക്ക് നിക്കണെങ്കിൽ മദീനത്തെ നിക്കാന്ത് വരാണ്ടിക്കാന്ത്. പക്ഷെ അവനും പാതിയിൽ വന്നിട്ട് 300 ആളെ വിളിച്ചു പോയാൽ ചെല്ലുമ്പോ ഈ സൈന്യം അവിടെ അങ്ങനെ തളർന്നു പോകുന്നുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് നബി തങ്ങൾ അത്ര നൊമ്പലാക്കിയോ ഒപ്പതറായി. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു ബാപ്പയും അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു ഓടിത്തോണ്ട് ബാക്കിൽ ഓടിത്ത് എന്ത് പണിയാക്കിക്കൊണ്ടുള്ളായിരുന്നു. ഇത്ര ആളെ വിളിച്ചോണ്ട് ബാക്ക് ഓടുമോ. സൈന്യം കൂടുതൽ ശത്രുക്കൾ വന്നതാറല്ലേ. അവൻ എന്തെല്ലാം ദുർന്യായ ചൊന്നിട്ട് ഓടിയ ഓടുമ്പോ ഇയാൾ ചൊന്നൊരു പലക്കൊണ്ട് വന്നിട്ടുണ്ടാ അള്ളാഹുടെ ശത്രുക്കളെ ചൊന്ന് വിളിച്ചിട്ട് അയാൾ ചൊല്ലു, നിങ്ങ ഇല്ലെങ്കിലും നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കൂ, നന്റെ റബ്ബുക്ക് സാധ്യമാണ്, നിങ്ങൾ പോയായില്ല പോറുകൊണ്ട് സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു ഹറാം റളിയല്ലാഹു അൻഹു ചൊന്നൊരു പലക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ കാപ്പട്ടിയാണ് മനുഷ്യരെ നശിപ്പിക്കണേ. അപ്പൊ ഇങ്ങനത്തെ ഹൃദയ രോഗങ്ങൾ ധാരാളം ഉണ്ട്. കാപ്പട്ടി അതുപോലത്തെ ചെമ്മ അതെല്ലാം ലിസ്റ്റാക്കുക, നെല്ലൊട്ടിയെ ഉണ്ടുണ്ടായി ഡിലീറ്റ് ആക്കുക. അത് ക്യാൻസർ രാട്ടി മാറുകയാണ്. അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതങ്ങ് ക്ലീൻ ആക്കി നാം ദുആർക്കുമ്പോൾ അള്ളാഹു സഡൻ ഉത്തർന്നുണ്ട. അള്ളാഹു ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്താക്കി ചെമ്മാൽമാറുള്ളാറ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ഈ സദസ്സിൽ വന്ന ഓരോരുത്തരുടെ മനസ്സിൽ എന്തെല്ലാം ഹലാലായ മുറാദുകളുണ്ട്, ഈ രാത്രിയുടെ വർക്കത്തുകൊണ്ട് അള്ളാഹു എല്ലാം ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ സലാമത്താക്കി തരുമാറാവട്ടെ. ഈ രാത്രിയുടെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബ് ചന്ത കൽബവും അവിടെ ഈമാൻ കൊണ്ട് തഖ്വ കൊണ്ട് നിറക്കുകയും അള്ളാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.